നമസ്കാരം. ക്രിസ്ത്യൻ സമൂഹങ്ങളുമായി കൂടുതൽ അടുത്ത് പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ BJP പരമാവധി ശ്രമിക്കുമ്പോൾ സിറോ മലബാർ സഭയ്ക്ക് പിന്നാലെ മറ്റൊരു ക്രിസ്ത്യൻ വിഭാഗവും അവരുമായിട്ട് കൂടുതലായി അടുക്കുന്നുവെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ്. യാക്കോബായ സഭയുടെ അധ്യക്ഷനായിട്ട് ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രോപ്പൊലീത്ത സ്ഥാനമേൽക്കുന്ന ചടങ്ങിന് മന്ത്രിതല പ്രതിനിധി സംഘത്തെ അയക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി പറഞ്ഞ് കഴിഞ്ഞ ദിവസം മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് അവർ പുറത്തിറക്കിയ പ്രസ്താവനയാണ് ഈ അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭ സ്ഥാനാരോഹണ ചടങ്ങിന് എതിരല്ല. ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്തവർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൗരന്മാർ അത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിലെ അനൗചിത്യമാണ് സഭ എടുത്തു കാണിക്കുന്നത്. ചടങ്ങിന് മന്ത്രിതല സംഘത്തെ അയക്കാതെ വിട്ടുനിന്ന് ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതിന് നരേന്ദ്രമോദി സർക്കാരിനോട് നന്ദി പറയുന്നതായിട്ടാണ് ആ പ്രസ്താവനയിൽ മലങ്കര ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കിയിരിക്കുന്നത്. യാക്കോബായ വിഭാഗവുമായുള്ള തർക്കങ്ങളിൽ ഭരണപ്രതിപക്ഷ സഖ്യങ്ങളുടെ പിന്തുണയില്ലായ്മ ഓർത്തഡോക്സ് സമൂഹത്തിൽ വളരെ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിടെയുള്ള ഈ പ്രസ്താവനയ്ക്ക് അതീവ പ്രാധാന്യമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ സംസ്ഥാനത്തെ ഇരുമുന്നണികളെയും നിശിതമായി വിമർശിച്ചും ഒപ്പം തന്നെ BJP അനുകൂല രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞും പലരും രംഗത്തെത്തുന്നുണ്ട്. ഇപ്പോൾ BJPയുടെ മുതിർന്ന നേതാവും ഗോവയുടെ ഗവർണറുമായിട്ടുള്ള P. ശ്രീധരൻപിള്ള അടക്കമുള്ളവർക്ക് ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ള ഒരു നല്ല ബന്ധമുണ്ട് എന്നതും ചേർത്ത് വായിക്കേണ്ടതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം കോട്ടയത്ത് നടന്ന മാരത്തോൺ ഹെറിറ്റേജ് അസംബ്ലിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല BJPയുടെ നേതാക്കളടക്കം പലരും ഓർത്തഡോക്സ് സഭയെ ഇന്ത്യൻ സഭയായിട്ടാണ് കാണുന്നത് എന്നുകൂടി സഭയോട് അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ തന്നെ സൂചനകൾ നൽകുന്നുണ്ട്. ഇതുമാത്രമല്ല, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPയിൽ നിന്ന് ഒരിക്കലും വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെയാണ് സഭയുടെ അഭിപ്രായം, ഇപ്പോഴത്തെ അഭിപ്രായം. അത്തരത്തിൽ മധ്യ തിരുവിതാംകൂറിലെ ചെങ്ങന്നൂർ, കോന്നി, ആറന്മുള, പത്തനംതിട്ട, മാവേലിക്കര അടക്കമുള്ള നിയമസഭാ സീറ്റുകളിലൊക്കെ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയോടുകൂടി BJP കണ്ണുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മുതൽ കോട്ടയത്തെ ചങ്ങനാശ്ശേരി വരെ വ്യാപിച്ചു കിടക്കുന്ന 25 മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് സ്വാധീനമുണ്ട് എന്ന് തന്നെയാണ് ഓർത്തഡോക്സ് സഭയുടെ അവകാശവാദവും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തുല്യ അകലം പാലിക്കുക എന്ന ഔദ്യോഗികമായിട്ടുള്ളൊരു നിലപാട് അത് പുനഃപരിശോധിക്കണമെന്ന സമ്മർദ്ദം സാധാരണ വിശ്വാസികളിൽ നിന്ന് സഭ നേരിടുന്നുണ്ട് എന്ന് നേതൃത്വം തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഒരു നിലപാട് മാറ്റത്തിന് സഭ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല. പക്ഷേ സഭാ തർക്കങ്ങളിൽ ഒരു വിഭാഗത്തോട് ഭരണകക്ഷി പക്ഷപാതപരമായി പെരുമാറുന്നു എന്നത് വസ്തുതയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളിടത്ത് നിലവിലെ പ്രശ്നത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം തേടണമെന്ന് സഭയ്ക്കുള്ളിൽ തന്നെ ശക്തമായിട്ടുള്ള ആവശ്യവുമുണ്ട്. സഭ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഓർത്തഡോക്സ് സഭയുടെ വൈദികർ അടക്കം ഇതിനോട് സംവദിക്കുന്നത്. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് BJPയോടൊപ്പം ചേർന്ന് പോകാൻ കഴിയുക? BJPയോടൊപ്പം ചേർന്ന് പോകാൻ കഴിയുന്ന ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ ഒന്നായി ഈ മലങ്കര ഓർത്തഡോക്സ് സഭ കൂടി വരുന്നതോടുകൂടി ആ സഭയിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇങ്ങ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മുതൽ അങ്ങ് കോട്ടയത്തെ ചങ്ങനാശ്ശേരി വരെയുള്ള 25ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിക്കുവാൻ പോകുന്ന ഒരു സമുദായമാണ്, ഒരു സമൂഹമാണ് ഈ ക്രിസ്ത്യൻ സമൂഹം. ആ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വലിയ വോട്ടുകൾ നേടിയെടുക്കുവാനും അത് വലിയ തരത്തിൽ വോട്ടാക്കി മാറ്റുകയും വലിയ വിജയങ്ങൾ നേടിയെടുക്കുവാനും 25 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു 5 ഇടങ്ങളിൽ എങ്കിലും വിജയ സൂചനകൾ ഉണ്ടാക്കിയെടുക്കുവാൻ BJPക്ക് ഉതകുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ മാറ്റത്തിന് ക്രിസ്ത്യൻ സമൂഹം ഉണരുന്നു എന്ന് വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ മലങ്കര മാത്രമല്ല, ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ പലതും BJPയോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുവാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ, റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ഓർത്തഡോക്സ് സഭയുടെ അടക്കമുള്ള പിന്തുണ അത് ഈ BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഈ കേരളത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും വിജയം തീരുമാനിക്കുന്നത് BJP തന്നെയായിരിക്കും. ആര് ഭരിക്കണം, ആര് ഭരിക്കണ്ട എന്ന് പറയപ്പെടുന്ന തീരുമാനത്തിലേക്ക് എത്തുവാൻ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കൂടി പിന്തുണ ഉണ്ടായാൽ ഇവിടെ BJPക്ക് ചില മാജിക്കുകൾ കാണിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.